ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം ഈ ഒരു 8ാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡുകളാണ് വരുന്നത്. ആരാകും പുറത്തേക്ക് പോകുന്നതെന്നറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാർ ആണ് ഇപ്പോൾ ഇവിടെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ നിൽക്കുന്നത്. കാരണം മറ്റുള്ള കണ്ടസ്റ്റന്റിന് വേണ്ടി അഭിഷേക് ഇന്ന് ബലിയാടാകുമോ എന്നതിനെക്കുറിച്ചാണ് ഒരു സംശയമായി നിൽക്കുന്നത്. കാരണം ഈ ഒരു ആഴ്ചയിലെ അൺഒഫീഷ്യൽ പോളുകൾ പലതും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കുറച്ച് വോട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയുണ്ട്, ഋഷിയുണ്ട്, അതുപോലെ തന്നെ നോറയുണ്ട്, അൻസിബയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ നിൽക്കുന്നത്. അഭിഷേകിന് ഏറ്റവും കുറവ് വോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത്യാവശ്യം വോട്ടുകളൊക്കെ അഭിഷേകിന് കിട്ടുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രി അവിടെ വരുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ പിരിക്കാനാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ തീരുമാനമെങ്കിൽ അഭിഷേക് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. കാരണം പകരം ഒരാളെ കൂടി ഇട്ട് കഴിഞ്ഞ് 2 പേരെ വോട്ടിങ്ങിലുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അഭിഷേക് ഡേഞ്ചറസ് ആവുന്നുണ്ട്. കാരണം വീണ്ടും നോറയുണ്ട്, ഋഷിയുണ്ട്. നോറേനെയൊക്കെ ബിഗ് ബോസ് ഇപ്പം എവിക്റ്റ് ചെയ്യുമോ എന്നതിനെക്കുറിച്ച് എനിക്കും സംശയമുണ്ട്. കാരണം ബിഗ് ബോസിൻ്റെ ഒരു മാനസപുത്രി കൂടിയാണല്ലോ നമ്മുടെ നോറ. അതുകൊണ്ട് തന്നെ നോറേനെയൊക്കെ എങ്ങനെയെങ്കിലും മാക്സിമം ഇവർ സേവ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നോറയ്ക്കൊക്കെ പകരം മറ്റൊരാളെ ബലിയാടാക്കേണ്ടി വരും. പിന്നീട് വോട്ട് കൂടുതലുള്ള ആൾക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാറൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ അൻസിബ വരുന്നുണ്ട്. അൻസിബനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് രക്ഷപ്പെട്ടു പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ അഭിഷേക് ശ്രീകുമാർ ഇന്നത്തെ ഒരു വിഷനിൽ ബലിയാടാകേണ്ടതായിട്ട് വരും. ജബ്രി കോംബോ അവിടെ നിർത്താനാണ് ബിഗ് ബോസ് തീരുമാനിക്കുന്നതെങ്കിലും അഭിഷേകിന്റെ കൂടെ മറ്റൊരാൾ കൂടി ബലിയാടാകേണ്ടതായിട്ട് വരും. ഒന്നെങ്കിൽ അൻസിബ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഋഷി പോകും. അതല്ല ബിഗ് ബോസ് തീരുമാനിക്കുകയാണ് ജബ്രി കോംബോ ഇവിടെ മതി, ഇനി അങ്ങനെ ഒരു കോംബോ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അഭിഷേക് അടക്കം പലരും സേവ് ആകാനുള്ള സാധ്യതകളുമുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു ട്രെൻഡിനനുസരിച്ചാണോ ബിഗ് ബോസ് പോകുന്നത്, അതോ ബിഗ് ബോസിൻ്റെ ഒരു പേഴ്സണൽ താല്പര്യങ്ങൾ അനുസരിച്ചാണോ ഇന്നത്തെ ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.